അപ്പം ഗൈസ് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങളെല്ലാവരും ഉറക്കവും ആകെ ടയർഡായിട്ട് നമ്മൾ റൂം എടുത്തിരുന്നു. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഉറങ്ങി നീച്ചപ്പോൾ സമയം 9:30 10 മണി ആവാനായിരിക്കും. അപ്പോൾ നമ്മൾ ഊട്ടിയിലെത്തിയിട്ടില്ല, ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ ഹോളിഡേ ഇന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്ന് റൂം എടുത്തത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഊട്ടിയിലേക്ക് 39 കിലോമീറ്റർ ഉണ്ട്. ദേവാലാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. ദേവാലയം എത്തി. അപ്പോൾ ഗൈസ് ഇത് ഏതൊരു അമ്പലമാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ, ഈ ബിരുദുകളൊക്കെ അങ്ങനെ കാണാൻ. ഹലോ ഗൈസ്, നമ്മളിതപ്പോൾ നീലഗിരിയിൽ എത്തിയിട്ടുണ്ട്. എന്താ ബോർഡ് ഉണ്ടോ, വെൽക്കം ടു നീലഗിരി ചെക്ക് പോസ്റ്റിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മുന്നിൽ കുറച്ച് തിരക്കുണ്ട്, നല്ല ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിൽക്കുന്നു. വണ്ടി മെല്ലെ നീങ്ങി പോകുന്നുണ്ട്. ഇവിടെ തോന്നുന്നു ഈ പാസ്സൊക്കെ കാണിച്ചു കൊടുക്കല്ലേ. ഞങ്ങൾ രാത്രിയാണ് ഈ പാസ് ഇട്ടത്. അപ്പോൾ നമ്മൾ നീലഗിരി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഈ പാസ്സൊക്കെ കാണിച്ചു കൊടുത്തു. ഞങ്ങളെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ 1 ലിറ്റർ 2 ലിറ്ററിൻ്റെ ഒന്നും ബോട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഓൺലി 5 ലിറ്ററിൻ്റെ ഒരൊറ്റ ബോട്ടിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഫൈൻ കിട്ടും. അപ്പോൾ ഗൈസ് നമ്മളിതാ യുക്കാലി മരങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് വീഡിയോസൊക്കെ കിട്ടുമോ നോക്കണം. ചെറുങ്ങനെ കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തണുപ്പും വരുന്നുണ്ട്. വീഡിയോയിൽ ഇതിന് ഭംഗി എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോരോ ട്രിപ്പൊക്കെ പോകണം. നമ്മളെ വീട്ടിൽ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ. നമുക്ക് ഉമ്മനതിൽ കൂട്ടാനായില്ല. വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ ഉമ്മനതിൽ കൂട്ടാനായില്ല. നമുക്ക് വരണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവരുള്ളതിനെ കൊണ്ട് ഉമ്മ വരുന്നില്ല പറഞ്ഞു. ഗസ്റ്റിന് വരണമെന്നുണ്ട്, പക്ഷെ അവർക്ക് സുഖമില്ല. ഇതാ ആരോ മനസ്സിലായോ? മീ നമ്മളെ കാറിൽ എന്തുണ്ടോന്ന് നോക്കാണ്. വരുന്ന വഴിക്കൊക്കെ കണ്ടിന്യൂ, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഗായ്സ് നമ്മൾ പോട്ടെ. നോക്കി അവസാനം വെക്കാനുണ്ടാ മുഖം ഒന്നും കൊണ്ടൊക്കെ പോസ്റ്റ് ചെയ്താലൊന്ന് കിട്ടും. വരുന്ന കുഞ്ഞ് ഇപ്പൊ ഗായ്സ് നമ്മളാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഒരു കുറച്ച് മുന്നോട്ടെത്തി, നിലമ്പൂരെത്തി. നമ്മൾ വന്ന റോഡുകളൊക്കെ ഭയങ്കര മോശമാണ്. ഫുള്ളും എന്താ പറയുക, കുണ്ടും കുഴികളും പൊട്ടലും ഒക്കെ ആയിട്ട് നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടിയുണ്ട്. ശരിക്കും വണ്ടിക്കും നമുക്കൊക്കെ കേടാണ് ഈ റോഡ് ഇങ്ങനെ ആവുന്നത്. അപ്പോൾ ഗായ്സ് നിങ്ങളിതിൽ കാണുന്നുണ്ടോ അറിയില്ല, നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ വീഡിയോ ഓണാക്കുമ്പോൾ അതിലേക്ക് നല്ല നല്ല വ്യൂസൊക്കെ പോയി. ഇതൊക്കെ ഇപ്പം എന്ത് ചെയ്ത് നോക്കിയാണ്. ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം.
മാറ്റിയിടാം. മാറ്റി കാണില്ല. പോയോ? ഇവിടുന്ന് നമ്മൾ ഇത് കഴിച്ചത് ചോളം. ഇവിടെ ഒരു പെണ്ണുങ്ങളെ എനിക്ക് ഗായ്സ്, അതിസുന്ദരമായ തേയിലത്തോട്ടം. എന്ത് ഭംഗിയാ കാണാന്. നല്ല നല്ലൊരു കുന്നുപോലെ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ നടുവിൽ ഒരു കുഞ്ഞു വീടൊക്കെ ആയിട്ട് എന്തൊരു രസമായിരിക്കും അല്ലേ. ശരിക്കും അതൊക്കെ പണമുള്ളവർക്കേ നടക്കത്തുള്ളൂ. നാട്ടിൽ നല്ലൊരു വീട് വെച്ച് ഇവിടെ വന്നതേപോലെ. മാറി മാറി അതിന് വേണ്ട സീറ്റ് പ്രോ ബാക്കോട്ടാണ്. നമ്മൾ കാലൊക്കെ സ്ഥലം ഓരോന്റെ ഭാര്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ്. പാട്ട് അറിയില്ലെങ്കിലും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയാ കാണാന്. നല്ല രസമുണ്ട്. ശരിക്കും അവിടെ മഴ പെയ്യുന്നുണ്ട്. നാഷണൽ സർവേ ഇതിന്റെ അപ്പുറത്ത് ഒരു തടാകം നമുക്ക് കാണാൻ പറ്റും. വീഡിയോസിൽ വരുന്നില്ല, ഇടയ്ക്ക് അടുത്ത് വരുന്നില്ല. നമ്മളിവിടെ അവിടെ നിർത്തുന്നില്ല, കാരണം വയറ്റിന് നല്ലോണം വിളി തുടങ്ങിയിരിക്കുന്നത്. എവിടെയെങ്കിലും ഒന്ന് നിർത്തണം, ചായ കുടിക്കണം. അടുത്ത ലക്ഷ്യം അതാണ്. അപ്പോൾ നമ്മൾ നിർത്തുന്നില്ല. ഗൈസ്, ഇതാണ് ഊട്ടി മെഡിക്കൽ കോളേജ്. ഒരു നേരം പരന്ന് കിടക്കാനാണ് മെഡിക്കൽ കോളേജ്. സ്റ്റോപ്പ് ചെയ്താണ്.
ഊട്ടിയിലെ വീടുകൾ ഒക്കെ നല്ല അടുക്കി പെറുക്കി വെച്ചതുപോലെ ഉണ്ട്. ഇത് ഊട്ടി ടൗണാണ്, പക്ഷെ ഇതിൻ്റെ ബാക്കിൽ വീടുകളാണ്. എന്ത് രസമല്ലേ കാണാൻ. ഇപ്പൊ ഗായ്സ് ഇതാണ് ഷൂട്ടിംഗ് പോയിന്റ്. നമ്മളവിടെ വണ്ടി ഒന്ന് നിർത്തി നമുക്കൊന്ന് കയറാൻ വെച്ചിട്ട് അവിടെ വേസ്റ്റ് നമ്മളെ കൂട്ടുകാര് ധൃതിയിലുള്ള പണിയിലാണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് അവിടെ നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. ഒരു തിരിഞ്ഞ ഉരുണ്ട് വികല്ലത്തിനും നമ്മൾ കഴിച്ച ചോളത്തിൻ്റെ അത് നമ്മളിവിടെ വെച്ചപ്പോൾ എടുത്തുകൊണ്ടേ കഴിക്കാൻ കേട്ടോ. അതാണ് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ആളുടെ അടുത്ത് പോയി, പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിക്കാം. ആരോ കാണുന്നുണ്ടോ കഴിക്കുന്നു. അപ്പോൾ ഗൈസ് ഇതാണ് ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റ്. അപ്പോൾ ഇവിടേക്ക് ഒരാൾക്കുള്ള എൻട്രി ഫീസ് 40 രൂപയാണ്. ഇതൊക്കെ ഫോട്ടോസ് എടുക്കുന്ന ഏരിയകളാണ് കേട്ടോ. ഇവിടെ ഫോട്ടോസ് എടുത്തു തരാൻ ആളുകളുണ്ട്. നമുക്ക് ഈ പൈൻ ഫോറസ്റ്റ് ഒന്ന് മുഴുവനൊന്ന് കറങ്ങി വരാം. എനിക്കൊന്ന് പൈൻ ഫോറസ്റ്റ് ഏറ്റവും ഭംഗി കൂടുതൽ കൊടൈക്കനാലിലാണ്. അവിടെ ഇതിൽ ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു. ഇതുവരെ ഇല്ലെങ്കിൽ 40 രൂപ എൻട്രി കൊടുത്ത് കാണാൻ മാത്രമൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം, എന്തെങ്കിലും വ്യൂസ് കിട്ടായിരിക്കും. കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയപ്പോഴുള്ള നമ്മുടെ വ്യൂ ഇതാണ്. ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റിലെ കുഴപ്പമില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുറേ ഫോട്ടോസ് എടുക്കുന്നവരും വീഡിയോസ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. നല്ല തണുത്ത കാറ്റാണ്, അധികം വെയിലില്ല, നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് അധികം ഇനി മുന്നോട്ട് പോകുന്നില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ വ്യൂ എന്ന് പറയുന്നത്. ഇത് ഒരു താഴ്ചയാണ് കേട്ടോ താഴോട്ട്. ഇത് കാലൊക്കെ തെറ്റി വീണ് പോയത് താഴെ എത്തിക്കോളും. അത് വലിയ താഴൊന്നുമില്ല. ഓടുന്നു. അപ്പൊ ഇത് ഇവിടുത്തെ കൃഷി സ്ഥലമാണ് തോന്നുന്നു. വിളവെടുപ്പ് കഴിഞ്ഞ ഏരിയകളും ഉണ്ട്, പുതിയത് വെച്ച ഏരിയകളും ഉണ്ട്.
ആയിരിക്കും ഈ സ്ഥലങ്ങളൊക്കെ, ഈ കൃഷിസ്ഥലമൊക്കെ ഗവൺമെന്റ് ആണോ അറിയില്ല. ഇവിടുന്ന് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല കേട്ടോ. ഇവിടെ വരെ നമുക്ക് എൻട്രി ഉള്ളൂ. അവിടെ ഒരു കമ്പി ലൈനൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, ഊട്ടിയിലെ ഏറ്റവും വലിയൊരു ഷോപ്പാണ് തോന്നുന്നത് ഡ്രസ്സിൻ്റെ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായി കൊണ്ടിരിക്കുന്ന മോഡീസ് എന്നുള്ള ചോക്ലേറ്റിൻ്റെ ഷോപ്പില്ലേ, അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്, ഊട്ടിയിലുള്ള. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഒന്ന് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. പക്ഷേ ചോക്ലേറ്റ് വാങ്ങിയിട്ട് പുറത്ത് കൊണ്ടുവന്ന് ആണ് കഴിക്കുന്നത്. വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് വാങ്ങിയിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ചോക്ലേറ്റ് ബ്രൗണിയാണ്. ഇതാണ് ഒരു സാധനം വാങ്ങിയത്. പിന്നെ വാങ്ങിയത് ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. സ്ട്രോബെറീൻ്റെ എന്തോ ഒരു സാധനം, ഇതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയത്. ഇനി ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ.